ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാസ് ലേണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ മലയാളം ക്ലാസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ 3ാം ക്ലാസ്സിലെ ക്ലാസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എന്തൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ വഴികാട്ടി എന്നൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വഴികാട്ടിയിലെ ആക്ടിവിറ്റീസിന് ഒരു എക്സ്പ്ലനേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് വഴികാട്ടിയുടെ ഡീറ്റെയിൽസ് പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് കാണാം. അതിൽ നമ്മൾ ഇംഗ്ലീഷ് മലയാളം ഒക്കെ ചെയ്തിട്ടുണ്ട്. വീഡിയോസ് കാണുക, കമൻസ് അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഒന്നാമതൊരു പ്രവർത്തനം പറഞ്ഞിട്ടുള്ളത് കൃഷിസ്ഥലവുമായി ബന്ധപ്പെട്ട നിരവധി പദങ്ങൾ ഈ കവിതയിൽ നിന്നും കണ്ടെത്തി എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വയലെന്ന് ഈ കവിതയിൽ പറയുന്നുണ്ട്, തോട്ടം എന്ന് പറയുന്നുണ്ട്, വയല്, പറമ്പ്, വളപ്പ് എന്നൊക്കെ ഈ കവിതയിൽ പ്രയോഗിച്ചിട്ടുണ്ട്. കവിത വീണ്ടും വീണ്ടും ചൊല്ലി നോക്കുക. ഈ വാക്കുകൾ കവിതയിൽ എവിടെയാണെന്ന് നിങ്ങൾ കവിതയിലൊന്ന് അണ്ടർലൈൻ ചെയ്യുക, കണ്ടുപിടിക്കല്ലോ. ഈ വാക്കുകൾ കവിതയിൽ എവിടെയാ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ നോക്കി കണ്ടുപിടിക്കണം കേട്ടോ. തോട്ടം, വയല്, പറമ്പ്, വളപ്പ്, മനസ്സിലായല്ലോ. ഇതൊക്കെ കൃഷിയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ്. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ വേറെ ഒരു പ്രവർത്തനം നോക്കാം. ഈ വാക്കുകളുടെ അർത്ഥങ്ങൾ. വാർമുകിൽ എന്ന് പറഞ്ഞാൽ കാർമേഘമാണ്. കുടുംബിനി, കുടുംബനാഥ. നമ്മുടെ വീട്ടിലൊരു കുടുംബനാഥൻ ഉണ്ടാവും, കുടുംബനാഥ ഉണ്ടാവും അല്ലെ. കുടുംബനാഥൻ അച്ഛനായിരിക്കും, കുടുംബനാഥ അമ്മയായിരിക്കും. വേർപ്പ്, വിയർപ്പ്, വളപ്പ്, പറമ്പ്, സങ്കടം, ദുഃഖം ഇതിന്റെ പര്യായ പദങ്ങളാണ്. ഇനി നമുക്ക് ആസ്വാദനക്കുറിപ്പ് എഴുതാം. എൻ്റെ തോട്ടം എന്ന കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതിയാലോ. ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അതിലുള്ള കവിയെക്കുറിച്ച് പറയണം, അതിലുള്ള ആശയം നമ്മൾ പറയണം, അതിലുള്ള പ്രയോഗങ്ങൾ, ഭംഗി, മനോഹാരിത, നമുക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ നമ്മൾ ആസ്വാദനക്കുറിപ്പ് എഴുതുന്ന സമയത്ത് പറയണം. അപ്പം നമുക്കൊരു ആസ്വാദനക്കുറിപ്പ് എഴുതി നോക്കിയാലോ. കവി, നാടകകൃത്ത് എന്നീ മേഖലകളിൽ പ്രസിദ്ധനായ AV ശ്രീകണ്ഠ പൊതുവാളിൻ്റെ കവിതയാണ് എൻ്റെ തോട്ടം. കൃഷിയെക്കുറിച്ചാണ് അദ്ദേഹം ഈ കവിതയിൽ പറയുന്നത്. നല്ല ശക്തിയുള്ള വെയിലിൽ വിയർപ്പൊഴുക്കി ആകാശം പോലെയുള്ള വയലിൽ വിത്ത് വിതയ്ക്കുകയാണെങ്കിൽ മേഘങ്ങൾ അത് കാണുവാനെത്തും. മേഘങ്ങൾ അത് കാണുവാനെത്തുമെന്ന് ഇവിടെ കവി ഉദ്ദേശിച്ചത് മഴ പെയ്യുമെന്നാണ്. നിറയെ വാഴകൾ നട്ടുപിടിപ്പിച്ചതിനാൽ വായുവിന് അതിനകത്തേക്ക് കടക്കാൻ കഴിയില്ല. മാത്രമല്ല വേനൽ ചൂട് അവിടേക്ക് തീരെ എത്തുകയില്ല. കാരണം അത്രയ്ക്ക് തിങ്ങി നിറഞ്ഞ് വാഴകളും പച്ചക്കറികളും നട്ടു വളർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ നല്ല തണുപ്പായിരിക്കും. 10 കൊട്ട വളം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ 10 ഇരട്ടി വിളവ് നമുക്ക് ലഭിക്കും എന്ന് കവി പറയുന്നു. മത്തനും കുമ്പളവും ഒക്കെ തൻ്റെ തോട്ടത്തിലുണ്ടെന്ന് കവി പറയുന്നു. മൺകുടവും ആയി തൻ്റെ ഭാര്യ തോട്ടത്തിലെത്താൻ കുറച്ച് വൈകുമ്പോഴേക്കും പച്ചക്കറികളെല്ലാം തല താഴ്ത്തി നിൽക്കുമെന്ന് കവി പറയുന്നു. കുടുംബിനി എന്നാണ് കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ, ഭാര്യ എന്നല്ല, കുടുംബിനി എന്നാണ്. അതായത് വെള്ളമൊഴിക്കാൻ കുറച്ച് വൈകുമ്പോഴേക്കും തന്നെ അവ വാടാൻ തുടങ്ങുന്നു. കുറച്ച് കഴിയുമ്പോഴേക്കും തന്നെ അവ വാടാൻ തുടങ്ങുന്നു. പച്ചക്കറികൾ നട്ടു വളർത്തുന്നതിൻ്റെ പ്രാധാന്യവും അവർക്ക് വെള്ളമൊഴിച്ചു കൊടുക്കണം എന്നൊക്കെ കവിതയിൽ പറയുന്നു. അക്ഷരങ്ങളുടെ പ്രയോഗങ്ങൾ കൊണ്ടും ആശയം കൊണ്ടും വളരെ മനോഹരമായ ഒരു കവിതയാണിത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? കവിതയുടെ ആശയമാണ് പറഞ്ഞതല്ലേ. അപ്പോൾ ഈ സ്ലൈഡിൽ എന്താ പറയുന്നത്? മൺകുടവുമായി തൻ്റെ ഭാര്യ തോട്ടത്തിലെത്താൻ കുറച്ച് വൈകുമ്പോഴേക്കും പച്ചക്കറികളെല്ലാം പൊൻകുറിയിട്ട വെള്ളരിയൊക്കെ വാടി തല താഴ്ത്തി നിൽക്കുന്ന കവി പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് കവിതയുടെ പ്രയോഗങ്ങളുടെ ഭംഗി നോക്കാം. നല്ല ഈണത്തിലും താളത്തിലും ചൊല്ലാൻ കഴിയുന്നുണ്ട്. വെയിലിനെ തീ പിടിച്ച വെയിലായിട്ടാണ് കവി പറയുന്നത്. വയലിനെ ആകാശത്തോട് താരതമ്യം ചെയ്യുന്നു. നിങ്ങൾ പറയുന്നില്ലേ, വാനം ആകാശമാണ് വാനം. 10 കൊട്ട, 10 ഇരട്ടി എന്നീ പ്രയോഗങ്ങളും പൊൻകുറിയിട്ട വെള്ളരി എന്ന പ്രയോഗവും എല്ലാം ഏറെ ആകർഷണീയമാണ്. അക്ഷരങ്ങളുടെ ആവർത്തിച്ചുള്ള പ്രയോഗവും ഈ കവിതയ്ക്ക് ഏറെ മാറ്റുകൂട്ടുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കവിത വളരെയധികം ഇഷ്ടമായി. അപ്പോൾ ആസ്വാദനക്കുറിപ്പിൻ്റെ ഏകദേശ ഒരു രൂപം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നല്ല ഒരു ആസ്വാദനക്കുറിപ്പ് നിങ്ങളെല്ലാവരും സ്വന്തമായിട്ട് തന്നെ എഴുതി നോക്കുക.
ഇനി നമുക്ക് AV ശ്രീകണ്ഠ പൊതുവാളിനെ ഒന്ന് പരിചയപ്പെടാം. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ വിലങ്ങു പൊട്ടിയ മണ്ണ്, പെണ്ണുകാണൽ, മഴവില്ല്, വേണുഗാനം എന്നൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. അദ്ദേഹം ജനിച്ചത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ കറുകച്ചാൽ എന്ന ഗ്രാമത്തിലാണ്. 1910 ഓഗസ്റ്റ് 14 ജനിച്ചത്. നാടകാകൃത്ത്, സ്വാതന്ത്ര്യ സമര സേനാനി എന്നീ നിലകളിൽ പ്രസിദ്ധനാണ് അദ്ദേഹം. 1999 അന്തരിച്ചു. അപ്പോൾ ഒരു കവിയാണ് അല്ലേ, AV ശ്രീകണ്ഠ പൊതുവാൾ. കവിയാണ്, നാടകകൃത്താണ്, സ്വാതന്ത്ര്യ സമര സേനാനിയൊക്കെയാണ്. അപ്പോൾ അദ്ദേഹത്തെ നിങ്ങൾ പരിചയപ്പെട്ടല്ലോ. ഇനി ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആസ്വാദനക്കുറിപ്പ് എഴുതി, നമ്മൾ സമാന പദങ്ങൾ കണ്ടെത്തി. പിന്നെയോ നമ്മൾ AV ശ്രീകണ്ഠ പൊതുവാളിനെ പരിചയപ്പെട്ടു. കവിതയിൽ കൃഷിസ്ഥലവുമായി ബന്ധപ്പെട്ട പദങ്ങൾ കണ്ടെത്തി എഴുതി. അപ്പം എല്ലാവരും ഇന്നത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻസ് എന്തായാലും അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസ് അറിയിക്കുക. ഓക്കെ, താങ്ക് യു. ദെൻ ഷാസ് ഓൺലൈൻ ട്യൂഷൻ സെൻറ്ററിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് മെസ്സേജ് അയക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ CBSE ഫസ്റ്റ് 4th സ്റ്റാൻഡേർഡ് വരെയുണ്ട്. CRT ഉണ്ട്. നമ്മുടെ ടീച്ചേഴ്സ് ആണ് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, സ്മാർട്ട് ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. അപ്പോൾ ഓരോ കുട്ടിയെയും ഓരോ ടീച്ചേഴ്സ് എന്ന നിലയിൽ തന്നെ പരിഗണിച്ച് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ എഫക്റ്റീവ് ക്ലാസ്സുകളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ഞങ്ങൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും വഴികാട്ടി എന്ന ഒരു ബുക്ക് കിട്ടിയിട്ടുണ്ടാവും. അതിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക, ക്ലാസ് ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരമാണ്. നിങ്ങൾ ക്ലാസ് റൂമുകളിൽ എത്തുന്നില്ല, വീടുകളിൽ നിന്ന് തന്നെ മാക്സിമം പ്രവർത്തനങ്ങൾ ചെയ്യുക. അതൊക്കെ നിങ്ങൾ ചെയ്ത് പരിശീലിക്കുക. അടുത്ത പ്രാവശ്യം അടുത്ത ക്ലാസ്സിലേക്കാണ് നിങ്ങൾ പോവുക. അപ്പോൾ ഇവിടെ കിട്ടുന്നതൊന്നും നിങ്ങൾക്ക് ഇനി കിട്ടില്ല അല്ലേ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുക. നിങ്ങൾക്ക് വഴികാട്ടി ചെയ്യാനുള്ള ഒരു സഹായം എന്നോണം നമ്മളൊരു വീഡിയോസ് ചെയ്യുന്നുണ്ട്. അതിന് ചാനലിൻ്റെ പ്ലേലിസ്റ്റ് നോക്കുക, വഴികാട്ടി ചെയ്യുക. അതിൽ വഴികാട്ടി സ്റ്റാൻഡേർഡ് 3 എന്ന പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നമ്മൾ ചെയ്തിട്ടുള്ള മലയാളത്തിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും പ്രവർത്തനങ്ങൾ കിട്ടും. EVS നമ്മൾ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും.